റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചുകൊള്ളുവിൻ. റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്നാണ്, 2 കാര്യങ്ങൾക്കായി നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, അതിന് നിങ്ങൾ കരുതലുള്ളവരായിരിക്കണം. 1, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണം. 2, ആത്മീയ വർധനവിന് വേണ്ടി ശ്രമിക്കണം. സമാധാനം വരുമ്പോൾ ആത്മീയ വർധന ഉണ്ടാകും. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, സഭയിൽ സമാധാനം ഉണ്ടായി, അത് ആത്മീയ വർധനവ് പ്രാപിച്ച് മുന്നേറി വന്നു എന്നാണ്. അപ്പൊ ഇത് ഉണ്ടാകേണ്ടത് നാം ഓരോരുത്തരിലൂടെയുമാണ്. അതായത് സമാധാനം ഉള്ളവർ ഭാഗ്യവാന്മാരെന്നല്ല, അത് ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്. അപ്പൊ സമാധാനം ഉണ്ടാകുവാൻ നാം ഓരോരുത്തരും അതിൽ പങ്കാളികളായി തീരണം. അതുപോലെ തന്നെ ആത്മീയ വർധനവരും.